Hello dear students. Next we are going to revise the topics from third module. Third module നമുക്ക് പഠിക്കാനുള്ളത് about introduction to classification prediction, some issues we are facing in classification prediction. Then first method used in classification, decision tree, and the new Bayesian classifier. Okay, first one is what is classification and prediction. Classification means നമ്മൾ ഒരു ന്യൂ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ക്ലാസ് ആണെന്നുള്ള ഔട്ട്പുട്ടായിരിക്കും ക്ലാസിഫിക്കേഷൻ്റെ ഫൈനൽ ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. പ്രഡിക്ഷൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ന്യൂ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ന്യൂ ഇൻപുട്ട് കൊണ്ട് ഉദ്ദേശിച്ച് നമ്മളൊരു ടപ്പിളായിരിക്കും കൊടുക്കുന്നത്. ആ ടപ്പിൾ ഏത് ക്ലാസ് ആണെന്നുള്ള ഔട്ട്പുട്ടായിരിക്കും ക്ലാസിഫിക്കേഷനിൽ കിട്ടുന്നത്. നമുക്കൊരു വാല്യൂ ആയിരിക്കും, കണ്ടിന്യൂസ് വാല്യൂ ആയിരിക്കാം, ആക്ച്വൽ വാല്യൂ ആയിട്ട് ഡിഫറൻസോ അല്ലെങ്കിൽ സെയിം ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും പ്രഡിക്ഷനിൽ കിട്ടുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് കേസിൽ നമ്മളൊരു മോഡൽ കൺസ്ട്രക്റ്റ് ചെയ്യും. ക്ലാസിഫിക്കേഷൻ്റെ കേസിൽ ക്ലാസിഫിക്കേഷൻ മോഡലായി ക്ലാസിഫയർ, പ്രഡിക്ഷൻ്റെ കേസിൽ പ്രഡിക്ഷൻ മോഡലോ പ്രഡിക്റ്റർ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യും. ഓക്കെ, അത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് ആ മോഡൽ യൂസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ന്യൂ ക്ലാസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് വാല്യൂ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസിഫിക്കേഷൻ്റെ കേസിൽ ഒരു ക്ലാസിഫയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ന്യൂ ലോൺ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ ന്യൂ ലോൺ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള ഒരു യെസ് ഓർ നോ ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് യെസ് ഓർ നോ ക്ലാസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഇനി പ്രഡിക്ഷൻ്റെ കേസിലാണെങ്കിൽ നമ്മളൊരു ഇൻപുട്ടായിട്ട് കൊടുക്കുന്ന ഒരാളുടെ ഏജ് ആൻഡ് ഇൻകം ആയിരിക്കും. ആ പർട്ടിക്കുലർ പേഴ്സണ് ഒരു കമ്പ്യൂട്ടർ ബൈ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളൊരു ഇൻഫോർമേഷൻ ആയിരിക്കും നമുക്ക് പ്രഡിക്റ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ പ്രഡിക്ഷൻ ന്യൂമറസ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫ്രോഡ് ഡിറ്റക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, മെഡിക്കൽ ഫീൽഡിൽ യൂസ് ചെയ്യുന്നുണ്ട്, പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ 2-step പ്രോസസ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പ്. ലേണിംഗ് സ്റ്റെപ്പിലായിരിക്കും നമ്മളൊരു ക്ലാസിഫയർ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്പിൽ ആ മോഡൽ യൂസ് ചെയ്യാൻ നമ്മളൊരു ഇൻപുട്ട് തന്നു കഴിഞ്ഞാൽ അത് ഏത് ക്ലാസ് ആണെന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നു. സോ ലേണിംഗ് ഫേസിൽ നമ്മളൊരു ക്ലാസിഫയർ കൺസ്ട്രക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലാസിഫയർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് നമുക്ക് ഒരു സെറ്റ് ഓഫ് ടപ്പിൾസ് സെലക്ട് ചെയ്യും. ഹ്യൂജ് ഡേറ്റാബേസിൽ അല്ലെങ്കിൽ ഡേറ്റ വെയർഹൗസിൽ അനലൈസ് ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് ടപ്പിൾസ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യും. ആ സെറ്റ് ഓഫ് ടപ്പിൾസിനെ ടുഗദർലി വി കോൾഡ് ആസ് ട്രെയിനിങ് സെറ്റ്. ആ ട്രെയിനിങ് സെറ്റ് അനലൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു മോഡൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ ആ മോഡൽ യൂസ് ചെയ്ത് നമ്മൾ ന്യൂ ടപ്പിൾ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ക്ലാസ് ആണെന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടും. അപ്പോൾ ഈ സെക്കൻഡ് ഫേസിൽ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ക്ലാസിഫിക്കേഷൻ യൂസ് ചെയ്ത് ന്യൂ ക്ലാസ് ഔട്ട്പുട്ട് കിട്ടുന്നതിന് മുമ്പ് നമ്മൾ അതിൻ്റെ ആക്യുറസിയും കൂടെ മെഷർ ചെയ്യും. ആക്യുറസി നമ്മൾ മെഷർ ചെയ്യുന്നത് ട്രെയിനിങ് സെറ്റിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ടപ്പിൾസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ആ സെറ്റ് ഓഫ് ടപ്പിളിന് അതിൻ്റെ കൂടെ അതിനെ ടെസ്റ്റ് ഡേറ്റ എന്ന് പറയും. ആ ടെസ്റ്റ് ഡേറ്റയുടെ കൂടെ ക്ലാസ് ഇൻഫോർമേഷനും കൂടെ കാണും. ബട്ട് ക്ലാസ് ഇൻഫോർമേഷൻ എക്സെപ്റ്റ് ആയിട്ടുള്ള ഡേറ്റ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഈ ക്ലാസിഫയർ മോഡലിലോട്ട് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് ക്ലാസ്സും ആ ടെസ്റ്റ് ഡേറ്റയിലെ ഓരോ ടപ്പിളിൻ്റെ കൂടെയുള്ള ക്ലാസ്സും സെയിം ആണെന്ന് നോക്കും. അപ്പോൾ എത്രത്തോളം സെയിം ആണോ അത്രത്തോളം ആക്യുറസി കൂടുതലായിരിക്കും. സോ ഹൈലി ആക്യുറേറ്റഡ് ആയിട്ടുള്ള ക്ലാസിഫയർ മോഡലാണെങ്കിൽ നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇത് തന്നെയാണ് പ്രഡിക്ഷൻ്റെ കേസിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ ടപ്പിൾസ് നമ്മൾ കൺസിഡർ ചെയ്തെന്ന് പറഞ്ഞു. ഓരോ ടപ്പിൾസിനെ നമ്മൾ x1 up to xn വരെയുള്ള വാല്യൂസ് കാണും. ടപ്പിൾസിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന a1 up to an വരെയുള്ള ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് ആയിരിക്കാം. ദെൻ ഓരോ ടപ്പിളിനും നമ്മളൊരു ക്ലാസ് വാല്യൂ കൂടെ അസൈൻ ചെയ്യുന്നുണ്ട്, ക്ലാസ് ലേബിൾ ആട്രിബ്യൂട്ട് അസൈൻ ചെയ്യുന്നുണ്ട്. ദെൻ ഈ ക്ലാസ് ലേബിൾ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റും ആയിരിക്കും, അൺഓർഡേർഡും ആയിരിക്കും. ദെൻ ഈ ടപ്പിൾസിനെ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടപ്പിൾസിനെ ട്രെയിനിങ് ടപ്പിൾസ് അല്ലെങ്കിൽ ട്രെയിനിങ് സെറ്റ് എന്നൊക്കെ ആയിരിക്കും പറയുന്നത്. റാൻഡമായിട്ട് ജസ്റ്റ് നമ്മൾ ഡേറ്റ വെയർഹൗസിൽ നിന്ന് സെലക്ട് ചെയ്യുന്നതാണ് ഈ ട്രെയിനിങ് സെറ്റ്. ദെൻ ഇവിടെ നമ്മൾ എടുക്കുന്ന ട്രെയിനിങ് സെറ്റിൽ ഓരോ ടപ്പിൾസിൻ്റെ കൂടെയും ക്ലാസ് ഇൻഫോർമേഷനും കൂടെ ഉള്ളത് കൊണ്ട് അതിനെ സൂപ്പർവൈസ്ഡ് ലേണിംഗിനായിരിക്കും പറയുന്നത്. ഓക്കെ, ഹിയർ ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് റാൻഡമായിട്ട് നമ്മുടെ ഡേറ്റാബേസിന് കുറേ സെറ്റ് ഓഫ് ടപ്പിൾസ് കൺസിഡർ ചെയ്തു. ദെൻ ഒരു അൽഗോരിതം യൂസ് ചെയ്ത് നമ്മളൊരു ക്ലാസിഫയർ മോഡൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ മോഡൽ അല്ലെങ്കിൽ ക്ലാസിഫയർ എന്ന് പറയുന്നത് ചിലപ്പോൾ ചില മാത്തമാറ്റിക്കൽ ഫോർമുല ആയിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഇഫ് ദെൻ റൂൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡിസിഷൻ ട്രീ ആയിരിക്കാം. അങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു ക്ലാസിഫയർ മോഡൽ ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇത് ഫസ്റ്റ്
സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ആദ്യമേ ഇനിഷ്യലി ഒരു ടെസ്റ്റ് ഡേറ്റ കൊടുക്കും. അപ്പോൾ ഈ ടെസ്റ്റ് ഡേറ്റയും ട്രെയിനിങ് ഡേറ്റയും തമ്മിൽ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ദെൻ ഈ ടെസ്റ്റ് ഡേറ്റയ്ക്കകത്ത് എന്ത് ഇൻഫോർമേഷനും കൂടെ കാണും, ലോൺ ഇൻഫോർമേഷനും കൂടെ കാണും. പക്ഷെ നമ്മളത് കൺസിഡർ ചെയ്യത്തില്ല. ബാക്കിയുള്ള റിമൈനിങ് ഡേറ്റാസ് മാത്രം യൂസ് ചെയ്ത് എന്ത് ചെയ്യും, ക്ലാസിഫയർ മോഡൽ യൂസ് ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ആ കിട്ടുന്ന ഔട്ട്പുട്ടിലെ ഡേറ്റയും ക്ലാസ്സും ഈ ക്ലാസ്സും തമ്മിൽ നമ്മൾ ചെക്ക് ചെയ്യും. മനസ്സിലായോ? ന്യൂ ക്ലാസിഫയറിൻ്റെ ഔട്ട്പുട്ടും ഈ പറഞ്ഞ നമ്മൾ കൊടുത്ത ടെസ്റ്റ് ഡേറ്റിലെ ക്ലാസ് ഇൻഫോർമേഷൻ നമ്മൾ ചെക്ക് ചെയ്തിട്ട് എത്രമാത്രം മാച്ചിങ് ഉണ്ടോ അത്രമാത്രം ആക്യുറേറ്റ് ആയിരിക്കും. ഹൈലി ആക്യുറേറ്റഡ് ആണെങ്കിൽ ആ ക്ലാസിഫൈ മോഡലിനെ നമ്മൾ അപ്രൂവ് ചെയ്യുകയും ചെയ്യും. ദെൻ ന്യൂ ഡേറ്റ കൊടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളൊരു ആക്യുറസി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കാര്യമൊക്കെയാണ് ഈ പറയുന്നത്. ഓക്കെ, ദെൻ പ്രഡിക്ഷൻ്റെ കേസിൽ ഇത് തന്നെ 2 സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മളൊരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യും. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിൽ വി ആർ യൂസിങ് ദറ്റ് മോഡൽ ടു പ്രെഡിക്റ്റ് സം അൺനോൺ വാല്യൂ. ഫോർ എക്സാമ്പിൾ, പ്രെഡിക്റ്റ് ദ എമൗണ്ട് ദാറ്റ് വുഡ് ബി സേഫ് ഫോർ ദ ബാങ്ക് ടു ലോൺ ആൻ ആപ്ലിക്കൻറ്റ്. ഒരു ആൾ ലോണിന് അപ്ലൈ ചെയ്യുമ്പോൾ അത് സേഫ് ആണോ റിസ്ക് ആണോ എന്നുള്ള ക്ലാസ്സിലോട്ട് ക്ലാസിഫൈ ചെയ്ത് അങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ഇനി അയാൾക്ക് ഏത് എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫാണ്, ദാറ്റ് മീൻസ് ആ പേഴ്സൺ അത് കറക്റ്റായിട്ട് റിട്ടേൺ ചെയ്യും എന്നുള്ളതാണ് പ്രഡിക്ഷൻ. ദെൻ വാട്ട് ആർ ദി ഇഷ്യൂസ് we have to face in the case of classification and prediction. First issue is preparing the data needed for classification and prediction. അതായത് ക്ലാസിഫയർ കൺസ്ട്രക്ട് ചെയ്യാനും പ്രെഡിക്റ്റർ കൺസ്ട്രക്ട് ചെയ്യാനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കണം, ക്ലീൻ ഡേറ്റ ആയിരിക്കണം. ദാറ്റ് മീൻസ് ക്വാളിറ്റി ഉള്ള ഡേറ്റ ആയിരിക്കണം. സോ അതിനകത്ത് നമ്മൾ ഡേറ്റ ക്ലീനിങ് എന്ന് പറഞ്ഞ പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. ഡേറ്റ ക്ലീനിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഡേറ്റ ക്ലീനിങ് മീൻസ് മിസ്സിങ് വാല്യൂസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫില്ല് ചെയ്യണം, എന്തെങ്കിലും ഇൻകൺസിസ്റ്റൻസീസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യണം, കറക്റ്റ് ചെയ്യണം, നോയ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യണം. ദെൻ റിലവൻസ് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം സെലക്ട് ചെയ്യുന്ന ടപ്പിൾസിനകത്ത് കുറേ ആട്രിബ്യൂട്ട്സ് കാണും. ചിലത് റിലവൻ്റ് ആയിരിക്കാം, ചിലത് ഇറലവൻ്റ് ആയിരിക്കാം. അങ്ങനെ ഇറലവൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് റിലവൻസ് അനാലിസിസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അനാലിസിസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ആണ്. ദെൻ ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ, ഡേറ്റ നമുക്ക് നീഡഡ് ആയിട്ടുള്ള രീതിയിലൂടെ ട്രാൻസ്ഫോം ചെയ്യുക, അതും ഒരു ഇഷ്യൂ ആണ്. ദെൻ കമ്പയറിംഗ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ മെത്തേഡ്സ്. അതായത് നമ്മളിപ്പം ക്ലാസിഫിക്കേഷൻ പ്രഡിക്ഷനിൽ നമ്മൾ ക്ലാസിഫയർ മോഡൽ കൺസ്ട്രക്ട് ചെയ്യും അല്ലെങ്കിൽ പ്രഡിക്റ്റർ കൺസ്ട്രക്ട് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ഈ പറഞ്ഞ ക്ലാസിഫയറും പ്രഡിക്റ്ററും നമ്മൾ പലത് കൺസ്ട്രക്ട് ചെയ്യും, പല മെത്തേഡ്സ് യൂസ് ചെയ്ത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫയർ ആൻഡ് പ്രഡിക്റ്റർ കൺസ്ട്രക്ട് ചെയ്യും. അതിൽ ആക്യുറസി ചെക്ക് ചെയ്തിട്ട് ഏറ്റവും ഹൈലി ആക്യുറേറ്റഡ് ആയിട്ടുള്ളതിനായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. സോ എങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് മോഡൽസിനെ കമ്പയർ ചെയ്യുന്നത്, അതൊരു ചലഞ്ചിങ് ഇഷ്യൂ ആണ്. ഫസ്റ്റ് ആക്യുറേറ്റ് ആണോ എന്ന് നോക്കും. ആക്യുറേറ്റ് മീൻസ് എറർ മാക്സിമം കുറവാണ് ഇരിക്കണം. ദെൻ സ്പീഡാണോ, കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആണോ എന്ന് നോക്കും. ദെൻ റോബസ്റ്റ്നെസ് ആണ്. റോബസ്റ്റ്നെസ് മീൻസ് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ. സ്കെയിലബിൾ ആണോ, ദാറ്റ് മീൻസ് എന്ന ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എഫിഷ്യൻ്റായിട്ട് മോഡൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആണ് സ്കെയിലബിലിറ്റി. ദെൻ ഇൻ്റർപ്രെറ്റബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പ്രൊവൈഡഡ് ബൈ ദാറ്റ് മോഡൽ. നമ്മൾ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രമാത്രം ആ മോഡൽ അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്നുള്ളതാണ് ഇൻ്റർപ്രെറ്റബിലിറ്റി. അപ്പോൾ ഈ ഇഷ്യൂസ് എല്ലാം നമ്മൾ അല്ലെങ്കിൽ ഈ കമ്പാരിസൺസ് എല്ലാം നമ്മൾ പെർഫോം ചെയ്യണം, അതൊരു ഇഷ്യൂ ആണ്. ദെൻ മിസ്സിംഗ് ഡേറ്റയുടെ കേസിൽ നമുക്ക് വേണമെങ്കിൽ മിസ്സിംഗ് ഡേറ്റനെ ഇഗ്നോർ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വാല്യൂ സ്പെഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാം, ഡിഫോൾട്ട് എനി വാല്യൂ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.